ദീപക്, ഇപ്പോൾ അജ്മലിന്റെ വിഷയം ഇപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്, പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. എന്താണ് വിവരങ്ങൾ? സ്മൃതി, ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഏതെങ്കിലും നടപടി KCB അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് പോകാൻ ഇതിനോടകം തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മാർച്ച് വൈകിട്ട് 4 മണിക്ക് റാന്തൽ കത്തിച്ചുകൊണ്ട് ഉണ്ട് താനും. അത്തരത്തിലൊരു തീരുമാനം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. അതിനിടെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് ഈ വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി പോവുകയും ചെയ്തിട്ടുണ്ട്. മൗലികാവകാശങ്ങളുടെ ലംഘനം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. പൊതുപ്രവർത്തകനായ സൈദൽവിയാണ് പരാതി നൽകിയത്. സൈദൽവി ഇപ്പോൾ നമുക്കൊപ്പം തന്നെയുണ്ട്. ഇങ്ങനെയൊരു പരാതിയിലേക്ക് പോകാൻ അടിസ്ഥാനമായ കാര്യം എല്ലാവർക്കും അറിയാം. ഇതിലൊരു ഇടപെടൽ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇടപെടൽ ഉണ്ടാവണം എന്ന് മാത്രമല്ല, ഇതിലിപ്പം മാതൃഭൂമി ഒരു ഫ്ലാഷ് ന്യൂസിൽ കാണാനിട വന്നു. വൈദ്യുതി വിച്ഛേദിച്ചത് പ്രതികാര നടപടിയല്ല, KSCB ജീവനക്കാരെ ഇനിയും ആക്രമിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? മന്ത്രി K കൃഷ്ണൻകുട്ടി. ഇങ്ങനെ മന്ത്രി ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ മന്ത്രി ആദ്യം പഠിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പരിശോധിക്കണം. ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി വൈദ്യുതി നിയമം 43 സെക്ഷൻ എന്താണെന്നും കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രതികരണം പിൻവലിക്കേണ്ടി വരും. നിലവിലെ ന്യായീകരണങ്ങൾ തൃപ്തികരമല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തൃപ്തികരമല്ല എന്ന് മാത്രമല്ല, മന്ത്രിയെപ്പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ഒരു അറിവില്ലായ്മ, ഒരു തെറ്റായ പ്രചരണം സമൂഹത്തിന് നൽകുന്നത് തീർത്തും അപലപിക്കേണ്ടതാണ്. നമ്മൾ സ്മൃതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രിയുടെ നിലവിലെ ന്യായം എന്ന് പറയുന്നത്, വാദമെന്ന് പറയുന്നത്, ഈ KSCB ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ ഇനിയും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് വെച്ച് പൊറപ്പിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഉറപ്പ് ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് ഇതിനോടകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധിയായ നാട്ടുകാരുൾപ്പെടെ ഇവിടെ ചേരുന്നുണ്ട്. അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് പക്ഷം എന്ന് പറഞ്ഞതുപോലെ ഭിന്നാഭിപ്രായങ്ങൾ എവിടെയുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള നേതാവാണ് അജ്മലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെ ന്യായീകരിക്കാൻ ഒരു തരത്തിലും സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ പോലും ഈ KSCB എല്ലാം ഇപ്പോഴും ഇവിടെ പ്രശ്നക്കാരായിട്ട് നിൽക്കുന്നവരാണോ? അവർ ജനങ്ങളായിട്ട് എപ്പോഴും സഹകരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുന്നതാണ്, കുഴപ്പമില്ല, മാന്യമായിട്ടൊക്കെ ഇടപെടുന്നതാണ്. പക്ഷേ അല്ലാതെ തന്നെ പല കാര്യങ്ങൾക്ക് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അതെല്ലാം കാര്യങ്ങൾ നടത്തി തരുന്നുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്ന കൂലിത്തൊഴിലാളികളും മറ്റുള്ള ആൾക്കാരും ആണ് വെറും ഗുണ്ടായിസം പോലെ നടക്കുന്നത്. ഹെൽമെറ്റ് വെക്കുന്നത്, നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്കാണ്. ഡ്യൂട്ടിക്ക് വരുമ്പോൾ മഞ്ഞ ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോൾ അവർ CAനും സർക്കിളിനും SP-നും വെച്ചൊക്കെ വലിയ ആൾക്കാരാണെന്നുള്ള തോന്നിവാസം മനുഷ്യന്മാരെ കൊണ്ട് ഇടപെടുന്നത് ഒറ്റ മോശമായിട്ടുള്ള. അജ്മൽ ചെയ്ത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അതിന് ഒരിക്കലും ഞങ്ങൾ ന്യായീകരിക്കില്ല. അവൻ തെറ്റ് ചെയ്തതിന് ശിക്ഷ ഇടപെടലിൽ കുറച്ചുകൂടി മാന്യതയായിരുന്നു. പക്ഷേ അതിൻ്റെ പോരായ്മകൾ അവിടെ KSCB-ക്കാരും കൂടെ കുറച്ച് നടത്തിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം. അഭിപ്രായങ്ങൾ, പലവിധ അഭിപ്രായങ്ങളുണ്ട്. നിങ്ങളൊക്കെ KSCB ആയിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആളുകളാണല്ലോ. എന്താ നിങ്ങളുടെ അങ്ങനെ ബന്ധപ്പെടല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞോടത്തോളം ഈ കേസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തതിന് നമ്മൾ ന്യായീകരിക്കില്ല. അവൻ ചെയ്തത് പൂർണ്ണമായിട്ടും തെറ്റ് തന്നെയാണ്. പക്ഷേ അതിനെതിരെ അവൻ്റെ വീട്ടിലേക്കുള്ള മൊത്തം ഈ സുഖമില്ലാത്ത വാപ്പയും ഒക്കെ കിടക്കുന്ന സ്ഥലമല്ലേ, ഇത് വിച്ഛേദിച്ച് അതിനെ നമ്മൾ യോജിക്കില്ല. പക്ഷേ ഓൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓനക്ക് അതിൻ്റെ ശിക്ഷ കൊടുക്കണം. ഇത് ചെയ്ത് ന്യായമായിട്ട് നമുക്ക് തോന്നുന്നില്ല. സ്മൃതി, ഇത് തന്നെയാണ് ഈ കാര്യത്തിൽ അജ്മലിൻ്റെ പ്രവർത്തികളെ അല്ലെങ്കിൽ അജ്മലിൻ്റെ സഹോദരൻ്റെ പ്രവർത്തികളെ ഒരാൾ പോലും ന്യായീകരിക്കുന്നില്ല. അത്തരത്തിലൊരു ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം. അവരെ തടയുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ള നിലപാട് നാട്ടുകാരുൾപ്പെടെ സ്വീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ രോഗിയായിട്ടുള്ള പിതാവടക്കം താമസിക്കുന്ന വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം, പ്രത്യേകിച്ച് അജ്മലാണ് കുറ്റം ചെയ്തിട്ടുള്ളത്. ആ അജ്മലിൻ്റെ പേരിൽ പോലുമല്ല ഈ വൈദ്യുതി കണക്ഷൻ എന്നിരിക്കെ അജ്മലിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള വൈദ്യുതി പോലും വിച്ഛേദിച്ചുകൊണ്ട് പ്രതികാര നടപടിയിലേക്ക് ഈ വൈദ്യുതി വകുപ്പ് കടന്നതിൽ വലിയ അമർഷം പൊതുവെ തിരുവമ്പാടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി വൈകുന്നേരത്തോടു കൂടി യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉൾപ്പെടെ ഉണ്ടാകും. അതിന് മുന്നോടിയായിക്കൊണ്ട് നേരത്തെ മന്ത്രി പരിശോധിക്കാമെന്നുള്ള നിലപാടെടുത്തതിന് സമാനമായി ഏതെങ്കിലും നടപടിയിലേക്ക് KSCB കടക്കുമോ എന്നുള്ളതാണ് അറിയാനുമുള്ളത്. ശരി, വലിയ വാർത്തയായത് ഡെവലപ്പ് ചെയ്യുകയാണ് തിരുവമ്പാടിയിൽ വൈദ്യുതി വിച്ഛേദിച്ച സംഭവം.